ഇത്തരം ആ മഹാദുരന്തം, ആ ദുരന്തത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ ഫലപ്രദമായ നടപടി സ്വീകരിച്ച മുഖ്യമന്ത്രിയെയും കേരള മന്ത്രിസഭയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിനന്ദിക്കുകയാണ്. നിങ്ങളിൽ അർപ്പിതമായ ചുമതല, ഈ ജനതയോടുള്ള ബാധ്യത നിർവഹിച്ച് പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ജനങ്ങളുടെ സംരക്ഷണത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിച്ച ഗവൺമെൻറ്റിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അവരെ മാത്രമല്ല, അവരുടെ പ്രവർത്തനത്തിൻ്റെയും അവരുടെ നേതൃത്വത്തിൻ്റെയും ഭാഗമായി അവിടെ പ്രവർത്തിച്ചിട്ടുള്ള സേനയുടെ പ്രവർത്തനം വളരെ വളരെ പ്രശംസനീയമാണ്. പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ, എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്. ആ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ നഷ്ടപ്പെട്ടതുപോലുള്ള വേദനയോടുകൂടി പരമാവധി ആളുകളെ സംരക്ഷിക്കാൻ കർമ്മരംഗത്ത് ഇറങ്ങി പ്രവർത്തിച്ച എല്ലാ സേവകന്മാരെയും, നമ്മുടെ നാടിനു വേണ്ടി അർപ്പിത മനോഭാവത്തോടുകൂടി ചുമതല നിർവഹിച്ച എല്ലാവരെയും, ആ നാട്ടുകാർ, അവരെ പ്രത്യേകമായും ഇടതുപക്ഷ മുന്നണി അഭിനന്ദിക്കുകയാണ്. ആ നാടിൻ്റെ ആകെ പിന്തുണയുണ്ടായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടായിരുന്നു, യുവജന സംഘടനകളുണ്ടായിരുന്നു, യുവാക്കൾ എല്ലാം മറന്ന് രംഗത്തുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ആ മഹാവിപത്തിൽ നിന്ന് നമ്മുടെ കേരളത്തെ രക്ഷിക്കാൻ പരിശ്രമിച്ചവരെ എല്ലാം ഇടതുപക്ഷ മുന്നണി അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്നും ഈ കേരളം ഓർമ്മിക്കും. നിങ്ങളുടെ ദൗത്യം, നിങ്ങളുടെ ജീവിത ദൗത്യം, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന മഹത്തായൊരു ധർമ്മമാണ് നിർവഹിച്ചത് എന്ന കാര്യവും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇനി നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം അവരുടെ പുനരധിവാസമാണ്. ഇപ്പോൾ തന്നെ ഈ ദുരന്ത സംഭവം അറിഞ്ഞ ഉടനെ തന്നെ എല്ലാ മേഖലകളിൽ നിന്നും ജനങ്ങളുടെ പുനരധിവാസത്തിന്, ജനങ്ങളുടെ സഹായത്തിന് വലിയ തോതിലുള്ള പിന്തുണയുമായിട്ടാണ് ജനങ്ങൾ വന്നെത്തിയത്. വലിയ തരത്തിലുള്ള പിന്തുണയാണ് ഗവൺമെൻറ്റിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പുനരധിവാസത്തിന് വേണ്ടി വലിയ തോതിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും, അവരുടെ പ്രവർത്തനങ്ങളെ ഇടതുപക്ഷ മുന്നണി അഭിമാന പുരസ്സരമാണ് കാണുന്നത്. നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിനകത്തും പുറത്തും ഒക്കെയുള്ള ജനങ്ങൾ കേരളത്തോട് കാണിച്ചിട്ടുള്ള, നമ്മുടെ നാടിനോട്, നമ്മുടെ സഹോദരങ്ങളോട് കാണിച്ചിട്ടുള്ള ഈ അനുകമ്പയ്ക്കും ഈ സഹായങ്ങൾക്കും അവരോട് ഞങ്ങൾ നന്ദി പറയുകയാണ്. അതോടൊപ്പം ഇനി നമ്മുടെ പുനരധിവാസത്തിന് ഇനിയും വലിയ സഹായങ്ങൾ വേണം. ഗവൺമെൻറ് അതിനു വേണ്ടിയിട്ടുള്ള ചില പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒരു ടൗൺഷിപ്പ്, എല്ലാവരുടെയും പുനരധിവാസം, കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, സ്ത്രീകളുടെ സംരക്ഷണം, അതുപോലെ തന്നെ അവരുടെ ഉപജീവന മാർഗം, അതിനുവേണ്ടി തൊഴിൽ പ്രശ്നം, വീടുകൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പുനരധിവാസത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് വരികയാണ്. ഇതിനെല്ലാം പരിഹാരം കാണാൻ കഴിയത്തക്ക നിലയിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ഉയർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങൾ, ഇനിയും കൂടുതൽ സഹായങ്ങൾ നൽകി പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സഹായങ്ങൾ നേടിയെടുക്കാൻ കഴിയണം. ആ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ഇനിയും ജനങ്ങളിൽ നിന്നുണ്ടാകണം എന്നാണ് ഇടതുപക്ഷ മുന്നണി അഭ്യർത്ഥിക്കുന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഈ പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റുമായി സഹകരിച്ചു, മുഖ്യമന്ത്രിയുമായും മന്ത്രിമാരുമായി സഹകരിച്ചു, ഉദ്യോഗസ്ഥന്മാരുമായി സഹകരിച്ചു. എല്ലാ തരത്തിലും ഒരു ഉയർന്ന നിലവാരത്തിൽ തന്നെ കേരളത്തിൻ്റെ പൊതു താല്പര്യത്തോടൊപ്പം തന്നെ ഉയർന്നു ചിന്തിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ തന്നെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ആ മഹാദുരന്തത്തിൽ നിന്ന് ഇനിയും നമുക്ക് കരകയറണം. നമ്മുടെ നാടിനെ, നമ്മുടെ ജനങ്ങളെ നമുക്ക് സഹായിക്കാൻ കഴിയണം. ഇത്തരം ദുരന്ത സംഭവങ്ങൾ മനസ്സിലാക്കാനും അതിനെ പ്രതിരോധിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ലോകത്ത് ഉണ്ടായിട്ടുള്ള എല്ലാ ശാസ്ത്ര സാങ്കേതിക രംഗത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇനിയും നമുക്ക്
പ്രവർത്തിക്കാൻ കഴിയേണ്ടതുണ്ട് എന്നാണ് ഇടതുപക്ഷ മുന്നണി നിരീക്ഷിക്കുന്നത്.